നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫോൺ ചെയ്തപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണ്ടാന്ന് നിന്നോട് പറഞ്ഞതല്ലേ? കൊച്ചിയിൽ ഇപ്പൊ ഒരു നിവൃത്തിയില്ല ചേച്ചി. ഞാൻ അവിടെ ഒരു മസാജ് പാർലർ തുടങ്ങിയ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിപ്പോ വലിയ മെച്ചത്തിലൊന്നും അല്ല. പോലീസുകാരും റെയ്ഡും ഒക്കെ ആയിട്ട് വലിയ ബഹളത്തിലാ. ദേ ശെൽവ, ഞാനിപ്പോ ആ കണക്ഷനൊക്കെ വിട്ടു. ഇനി ഇതൊക്കെ പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. ചേച്ചി കൂടി എന്നെ കൈവിട്ട പിന്നെ ആത്മഹത്യ ചെയ്യേ വഴിയുള്ളൂ. അതൊക്കെ നിന്റെ ഇഷ്ടം. എന്ത് ചെയ്താലും വേണ്ടില്ല, എന്നെ ശല്യപ്പെടുത്തരുത്. ചേച്ചിയുടെ കൂടെ എല്ലാ കാര്യത്തിനും ഞാൻ ഒപ്പം നിന്നതല്ലേ? ചേച്ചി ഇപ്പൊ വലിയ സെറ്റപ്പിലായപ്പോ എന്നെ തഴയുകയാണോ? ആര് പറഞ്ഞു നിന്നെ തഴയുകയാണെന്ന്? നീ എന്നോടൊപ്പം നിന്നപ്പോഴൊക്കെ നല്ലൊരു തുക ഞാൻ തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് പ്രശ്നത്തില. റോണിയാണെങ്കിൽ ഒളിവില. മാനുവൽ അച്ഛൻ മരിക്കുകയും ചെയ്തു. മാനുവൽ സാറിന്റെ കയ്യിൽ പൂത്ത കാശുണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞിരുന്നത്? അതൊക്കെ ജാനറ്റ് അടിച്ചോണ്ട് പോയില്ലേ? അവളെ കണ്ടുപിടിച്ചാ പോരെ? റോണി അവളെ അന്വേഷിക്കുന്നുണ്ട്. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ റോണിയും ജാനറ്റിനും ഒക്കെ സഹായിച്ചിട്ട് ചേച്ചിക്ക് എന്ത് പ്രയോജനമുള്ളത്? വലിയൊരു മലങ്കോള ഒത്തു വന്നിരിക്കുന്നത്. വേണ്ട വിധത്തിൽ ഉപയോഗിച്ച നമുക്ക് രക്ഷപ്പെടാം. നീ കാര്യം പറ ശെൽവാ. അതെ, ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ചേച്ചിയുടെ കയ്യിൽ വരുന്നത് പോലെ കാര്യങ്ങൾ നീക്കുന്നതല്ലേ ബുദ്ധി? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എങ്ങനെയും ജാനറ്റിനെ കണ്ടുപിടിച്ച് ഈ സ്വത്തുക്കൾ ചേച്ചിയുടെ കയ്യിൽ കൊണ്ടുവരണം. റോണി, അതിനൊരു ഫോൺ കാളിന്റെ മുടക്ക് പോരെ? ഫോൺ കോളോ? ആ, പോലീസിനെ വിളിച്ച് റോണി സാറിന്റെ പഴയ കഥകൾ അങ്ങോട്ട് പറഞ്ഞ അപ്പൊ പൊക്കില്ലേ? ഞാൻ കുറച്ചു ദിവസം കൂടി മാറി എന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നമാ. അതല്ല, ആ ബാധ്യതയൊക്കെ തീർക്കണമെങ്കിൽ ജാനറ്റിനെ പിടികൂടണം. ക്യാഷ് മുഴുവൻ അവളുടെ കയ്യിലാ. അതൊക്കെ ശരിയാക്കാം. നിങ്ങളൊന്ന് സമാധാനപ്പെടും മാത്യു സാർ. നിങ്ങൾ ഇങ്ങനെ എന്നെ സംശയിച്ചാൽ എങ്ങനെ? മനഃപൂർവ്വം അല്ലല്ലോ പണം തരാത്തെ, കയ്യിലില്ലാത്തോണ്ടല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. അത്രയും സാവകാശമെങ്കിലും എനിക്ക് താ. ആ, അതല്ലേ പറഞ്ഞത്? ആ, ഓക്കെ, ഞാൻ തന്നെ വിളിച്ചു പറയാം. ആ, നേരത്തെ തന്നെ അതൊക്കെ വിളിച്ചു പറഞ്ഞതാ. എത്ര പ്രാവശ്യം? അവളെ കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഏതായിരിക്കും പെണ്ണ്? ആ റിയ, ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടോ. എത്ര ദിവസം എന്നെ ഒന്ന് വിളിച്ചിട്ട്? ഞാൻ ടൂറിലാന്ന് തന്നോട് പറഞ്ഞല്ലേ. ഒരു ടൂറ് എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ എന്താ? ഏതാ ഈ പെണ്ണ്? നീയായിരുന്നു? ഞാൻ കരുതി. സോറി, അല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് പെണ്ണ് വരുന്നപ്പോ ഞാൻ കരുതി വേറെ ആയിരുന്നു. സോറി അല്ലേ. ഓക്കെ. ഹരി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്തോ ഒരു കുഴപ്പമുണ്ട്. വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. ഞാൻ വന്നത് തന്നെ ശരിയായില്ല. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ആ, ഞാനൊന്ന് റെഡി ആവട്ടെ. താനിരിക്കും.